ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഡിന്നറിനാണ് തയ്യാറാക്കി എടുക്കുന്നത്. ചപ്പാത്തിക്ക് പകരം എളുപ്പപ്പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 മുട്ടയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും 1 മുട്ട തന്നെ മതി കേട്ടോ. 2 കപ്പ് വരെ നമുക്ക് 1 മുട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ചെറിയൊരു മൊരിമൊരിപ്പ് നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഓവർ തിക്കായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് ലൂസ് ആവുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഏത് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ഓയിലിൽ ചെയ്യാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തവ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓവർ ചൂടാവരുത് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഓവർ ചൂടായാൽ നമുക്ക് കറക്റ്റിൽ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കാൻ കഴിയില്ല. അപ്പോൾ ഓവർ ചൂടായാൽ ഇങ്ങനെ മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഇളകിപ്പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് നമുക്കൊന്ന് മൊരിപ്പിച്ചെടുക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയുന്ന വരെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ചപ്പാത്തിയുടെയൊക്കെ പോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കളർ ചേഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് എത്ര നേരം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദോശ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി എപ്പോഴും കഴിച്ച് മടുക്കുമ്പോൾ വെറൈറ്റി ആയിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇതിലൂടെ കൂടെ ഏത് കറി വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാം. ചിക്കൻ കറി വേണമെങ്കിൽ, അല്ലെങ്കിൽ മുട്ടക്കറി വേണമെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് കറി, ഏത് വേണമെങ്കിലും ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.